ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് അറിയപ്പെടുന്ന സ്ഥലം, ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ ഒരേ സമയം കൺമുമ്പിൽ കാണുന്ന സ്ഥലം, ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലം, ഭൂമിയിലെ ഈ ഒരു വിസ്മയം കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലം, അതെ, ന്യൂസിലാൻഡിലെ ലോക പ്രശസ്തമായ മിൽഫോർഡ് സൗണ്ട് അഥവാ പിയോ പിയോ താഹി. ഇവിടുത്തെ വിസ്മയ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഷെറിൻസ് വ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് യാത്രാ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്യൂൻസ് ടൗണിലാണ്, ന്യൂസിലാൻഡിൽ. പുറയിൽ മഞ്ഞ് മലകളൊക്കെ ഉണ്ട്, കണ്ട. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ക്യൂൻസ് ടൗണിൻ്റെ എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ താമസിക്കുന്ന സ്റ്റേ ആണ്. അതാണ് റൂം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഭാഗ്യം, കാരണം ഇവിടെ ഫ്രീ പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര തലവേനയാണ്. ഇത് പൈൻവുഡ് ഹോട്ടലോ എന്താണ് പേര്? പൈൻവുഡ് ലോഡ്ജ്. ഇന്നലെ ബുക്ക് ചെയ്തതാണ്. ഇവിടെ അത്യാവശ്യം രാവിലെ വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. നമ്മൾ രാവിലെ 7:30 കിട്ടിലിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ്. എങ്ങോട്ടാണെന്നറിയാമോ? മിൽഫോർഡ് സൗണ്ട് എന്ന് പറയും. അത് കണ്ടിരിക്കേണ്ട, ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ സംഭവം ബുക്ക് ചെയ്തോ. ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നൈസായിട്ട് ബുക്ക് ചെയ്ത് ഒരാൾക്ക് വരുന്ന റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ക്യൂൻസ് ടൗണിൽ നിന്ന് മിൽഫോർഡ് സൗണ്ടിലേക്ക് ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമുക്കൊരു 3.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു പ്രദേശമാണ്. നമ്മളിപ്പോൾ പോകുന്ന മിൽഫോർഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ തന്നെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ഇരിക്കുന്നത്. രാവിലെ തന്നെ അങ്ങ് ഇറങ്ങാണ്. നമ്മുടെ ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത് 1:30 കേട്ടോ. രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ആയിട്ട് പല സമയത്തും നമുക്ക് ടൂറുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഉച്ചക്ക് 1:30 ടൂറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ 100 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഓടിച്ചു പോകാം കേട്ടോ. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ന്യൂസിലാൻഡ് എല്ലാ സ്ഥലത്തും 100 കിലോമീറ്റർ ഓടിച്ചു പോകാം. ഏതെങ്കിലും ടൗൺ ഏരിയ വരുമ്പോൾ മാത്രമാണ് സ്പീഡ് ഇത്തിരി കുറച്ച് യാത്ര ചെയ്യാനുള്ള ഇതുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ പോകാം. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ 2 തടാകങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന് ലേക്ക് വക്കാട്ടിപ്പുവും അതുപോലെ ലേക്ക് ടേ അനവും. ഇതൊക്കെ മാവോറി പേരുകളാണ് കേട്ടോ. ഈ ലേക്ക് വക്കാട്ടിപ്പൂ എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റർ നീളമുള്ള 259 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചെടുക്കുന്ന ക്യൂൻസ് ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. അപ്പൊ ഈ ലേക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. കുറേയും കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ടേ അനവ് എന്ന് പറയുന്ന തടാകം നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് 344 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചെടുക്കുന്ന ഈ ഒരു തടാകമാണ് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ 2ാമത്തെ തടാകം. അതുമാത്രമല്ല, സൗത്ത് ഐലൻഡിലെ ഏറ്റവും വലിയ തടാകവും ഈ ലേക്ക് ടേ അനോ ആണ്. നമ്മള് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത് ആരാ വരുന്നത് നോക്കി. ഹലോ, ഹായ് ഹായ്. എവിടെ പോണ എല്ലാരും കൂടി? എല്ലാരും കൂടി ഓട്ടോ ഉണ്ടോ? നല്ല രസമുണ്ട്. എന്തോരാടോ, എല്ലാം ചെമ്മരിയാടാ. ഈ പുള്ളിയാണ് ഓടിക്കണല്ലേ? അത് കൊള്ളാം. ഇവനുണ്ടോ, ഈ പട്ടിയാണ് ഇതിനെ കണ്ട കൺട്രോൾ ചെയ്യണ. അടിപൊളി. നമ്മളെ മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള വഴിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. ഇത് കണ്ട, എന്റെ പൊന്ന്, കാറ്റ് പിടിക്കണ വണ്ടി. ഭയങ്കര സീനാണ്. അതായത് ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഹെവി കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ കൺട്രോൾ പോകണം. അപ്പോൾ നമ്മൾ സ്പീഡൊക്കെ കുറച്ചൊരു 80-ലാണ് പോണത്. ഈ വഴിയിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാം. പക്ഷെ 80 പോകുമ്പോഴാണ് സേഫ്. കാരണം ഭയങ്കരമായിട്ട് വണ്ടി പാളുന്നത്. അതേപോലത്തെ കാറ്റാണ്. ഭയങ്കര ശക്തിയിലടിക്കണം അല്ലേ? ഹെവി കാറ്റാ. രക്ഷയില്ല. ഡയറക്ഷനിലോട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങോട്ട് അടിക്കണം. അപ്പൊ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് വണ്ടിയുടെ ഗ്ലാസ്സിൽ വന്നിട്ട് ഇത് തൊട്ടിട്ട് ആ വെള്ളം ആദ്യം ഈ നമ്മൾ വൈപ്പർ ഇടുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പോവാം. അപ്പൊ ആ ഒരു കാറ്റിന്റെ എഫക്ട് കാരണം നമുക്ക് അത് അറിയാൻ പറ്റും. നമ്മള് പോകുന്ന റൂട്ടൊക്കെ ഒരു രക്ഷയില്ലട്ടാ. അടിപൊളിയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോ ഈ കാഴ്ചകളും കണ്ടു വരാട്ടാ. ഇപ്പൊ സമയമില്ല, കാരണം നമുക്കിനി 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളവിടെ എത്തേണ്ടതിന് 10 മിനിറ്റ് മുമ്പ് എത്തും എന്നാണ് മാപ്പിൽ കാണിക്കണം. നമുക്ക് ഇനി ഏകദേശം ഒരു 29 മിനിറ്റും കൂടി കാണിക്കുന്നുണ്ട്. മഞ്ഞുമലയൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം നല്ല മഴയുണ്ട്. അവിടെ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അവിടെ എഴുതി വെച്ചേക്കണം. ഇത് കണ്ടാ,
ഇവിടെ മൊത്തം മഴ പെയ്തിട്ട് നിറച്ച് വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ കുറച്ചുള്ളൂ. ഇതൊക്കെ കണ്ട ഇങ്ങനത്തെ കുറച്ച് കാണാം. എവിടെയൊക്കെ കണ്ട അതേ നോക്കി. ഇത് ഒരു 10,000 എണ്ണം ഒന്നിച്ച് കണ്ട എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടിട്ട് പോണത്. ഓ പൊളി. ഇത് കണ്ട അവരുടെ കാറിൽ വന്നിട്ട് ഇത് കിയ എന്ന് പറയുന്ന ഒരു ബേഡാണ്. വെറൈറ്റി ആണോ? തത്തമ്മയുടെ തന്നെ വേറെ ടൈപ്പ് ഉണ്ടാ. അത് കൊണ്ടാട്ടാ ഇവിടെ കുറെ ഉണ്ടട്ടാ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഇത് വേണോ? ഇതെന്താ? എന്താണ് ഈ കാണുന്നത്? ഇത്ര വെള്ളച്ചാട്ടം അല്ലേ? ഈ ഇവിടെ മഴ ഇങ്ങോട്ട് വെള്ളം വീഴുന്നു. നല്ല തണുത്ത -5 മൈനസ് അല്ലല്ല 5 ഡിഗ്രി ട്ടാ. മൈനസ് അല്ല 5 ഡിഗ്രിയാണ് ഇപ്പൊ. അവിടെ വെള്ളച്ചാട്ടം കണ്ടോ? ഇതേപോലത്തെ 10,000 എണ്ണം ഒന്നിച്ച് കാണാൻ വേണ്ടി. മഞ്ഞുമല. ജാക്കറ്റ് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു ടണലുണ്ട്. അപ്പൊ ഇവിടെ സിഗ്നൽ വെച്ചിട്ടാണ് വണ്ടീനെ വിടുന്നത് കേട്ടോ. നമ്മളിപ്പോ ടണലിലോട്ട് കയറാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ ആ ഫോഗിന്റെ സാധനം കേട്ടോ. മൊത്തം ഫോഗായി. ഇത് കണ്ടോ? ഈ മലയുടെ അടിയിലുള്ള ടണല് 1270 മീറ്റർ ദൂരമുണ്ട്. അതായത് 1 കിലോമീറ്റർ അല്ലേ? ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുള്ള. ഓ ലൈറ്റ് ഇടണല്ലോ ഇവിടെ. ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം വീഴുന്നു. ചോർച്ചയുള്ള ടണലാണോ? വലിയൊരു മല ക്രോസ് ചെയ്യാണ് നമ്മള്. അടിപൊളി. ടണല് കഴിഞ്ഞു. ഓ എന്താണത്? ഒരു രക്ഷയില്ലട്ടാ. ഇവിടെ കണ്ട വണ്ടികള് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഇനി നമ്മള് പോയിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. എന്റെ പൊല്ലോ, അപ്പുറത്തെ മല വായിക്കോട്ടാ. എന്റെ പൊല്ലോ, രക്ഷയില്ല. ഇത് കേട്ടാ ഫുള്ള് വെള്ളച്ചാട്ടം. അടിപൊളി. ഭീകര കാറ്റാണ്, ഭീകര കാറ്റ്. ഞാൻ തന്നെ മറന്നു പോകുന്നതാണ്. അടിപൊളി വ്യൂ വരുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടുത്തെ കടയിൽ നിന്ന് ടൂറിസ്റ്റ് ടൗണിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ച് വെച്ചു. കാരണം ഇനിയിപ്പോ അല്ലെങ്കിൽ വിശക്കും. ഇപ്പൊ സമയം 12:30. നമുക്ക് 12:30 ചെക്ക് ഇൻ ചെയ്യണം. അപ്പൊ ഇത് തിന്നിട്ട് നേരെ അങ്ങ് കയറാന്ന് വെച്ചിട്ടാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. ഓ തണുക്കണ്ട്. ഞാനേ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യം ഉണ്ടാവും. നല്ല മഴയായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത് വെറുതെ അല്ല, കാശ് കൊടുക്കണം. ഇതുണ്ട പാർക്കിംഗ് പേ ഹിയർ. ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീനിൽ നമ്മൾ പാർക്ക് ചെയ്യാനുള്ള പൈസ കൊടുക്കണം. ഇത് 3 മണിക്ക് മുമ്പാണെങ്കിൽ $10 പെർ അവർ. 3 മണിക്ക് ശേഷമാണെങ്കിൽ $5 പെർ അവർ. കണ്ട നല്ല റേറ്റാണ് കേട്ടോ. അതായത് നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു എത്ര $30 മുകളിലൊക്കെ നമുക്ക് ഇതിനകത്ത് പൈസ കൊടുക്കേണ്ടി വരും. എൻ്റെ പൊന്നോ. ഇത് ആക്ച്വലി കുറേ നടക്കാണ്ട് കേട്ടോ. നടന്നൊരു വഴിയാവും. കാരണം സമയം ഇത്തിരി വൈകിട്ടുണ്ട്. ഇവിടെ ഈ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ബസ്സിലാണ് വരുന്നതെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് വരാൻ പറ്റും. കാറ് പക്ഷേ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കണം. ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മിൽഫോർഡ് സൗണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം ആദ്യം. അവിടെ നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തേക്കണ സദേൺ ഡിസ്കവറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പാണ്. അത് പല പല കമ്പനികളുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണുന്നത് ക്രൂയിസ്, മിൽഫോർഡ് കാണാം, റിയൽ ജേണി, ഗോ ഓറഞ്ച്, അങ്ങനെ പല പല കമ്പനികളാണ്. നമ്മുടെ കമ്പനി നമ്മൾ എടുത്തേക്കണത് സദേൺ ഡിസ്കവറീസ് ആണ്. ഇവിടെ പ്യുവർ, മിൽഫോർഡ്, ഇതൊക്കെ വേറെ വേറെ കമ്പനീസാണ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഏത് കമ്പനി വേണമെങ്കിലും എടുക്കാം. എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം റേറ്റ് ഒക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. 1.25 എടുത്തത് സെറ്റല്ലേ? ഇത് നമ്മുടെ ക്രൂസിന്റെ ബോർഡിംഗ് പാസ് ആണ്. ഇത് അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി. നമ്മൾ 2 എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് കണ്ട നമുക്ക് പോകാനുള്ള റൂട്ട് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കടലിൽ പോകുന്നു. നമുക്ക് ഇതിന് വന്ന റേറ്റ് എത്രയാണെന്ന് അറിയാമോ? $145. അതായത് ഈ 2 മണിക്കൂറത്തെ ഈ ഒരു ക്രൂയിസ് ഈ ഒരു ഷിപ്പിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം $145. നമ്മൾ ഇവിടെ ഒരു മറൈൻ ഒബ്സർവേറ്ററിയും കൂടി ഉണ്ട്. അതിന് ഒരു $20 കൂടെ എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ $165 നമ്മളിപ്പോൾ ഇതിന് പേയ്മെൻറ്റ് ചെയ്തേക്കണം. പിന്നെ വേണമെങ്കിൽ ക്യൂൻസ് ടൗണിൽ നിന്ന് ബസ്സുണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കൊണ്ടുപോകും, അവിടെ തന്നെ ആക്കും. വിത്ത് ലഞ്ച് പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതിന് $265 വരും, ന്യൂസിലാൻഡ് ഡോളർ. അത് അത്യാവശ്യം നല്ല റേറ്റ് ആവും. നമുക്ക് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് എടുക്കുക, വണ്ടി ഓടിച്ച് ഇവിടെ വരാം, പാർക്ക് ചെയ്യുക. പക്ഷെ പാർക്കിങ്ങിന് കൊടുക്കുന്ന റേറ്റാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഈ പറയുന്ന വലിയ എമൗണ്ട് വരത്തില്ല. നമ്മുടെ ടൈം ആയിട്ടോ.
അപ്പോൾ ഏകദേശം ഒരാൾക്ക് 8,000 രൂപയാണ് ഇന്ത്യൻ മണി നോക്കിക്കഴിഞ്ഞാൽ ഇത് വരുന്ന റേറ്റ്. മഴയുണ്ട്. അയ്യോ എൻ്റെ റെയിൻ കോട്ട് പോയി. ഓ കാറ്റ് കാറ്റ്. അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും ബോർഡിംഗ് പാസ് നോക്കിയിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. സദേൺ ഡിസ്കവറീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടുത്തെ കൗണ്ടറിൽ ചെന്ന് നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ഒരു ബോർഡിംഗ് പാസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പ്. പ്രൈഡ് ഓഫ് മിൽഫോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു കപ്പൽ കിടക്കുന്നുണ്ട്, അത് വേറൊരു കമ്പനിയുടെ കേട്ടോ. അങ്ങനെ പല കമ്പനികളുടെയും പല ഷിപ്പുകളും ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം 1 മണിയായി. 1:30ക്കാണ് നമ്മുടെ ഷിപ്പ് പുറപ്പെടുന്നത്. ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഈ മഴയത്താണ് ആക്ച്വലി ഇത് കാണേണ്ടത്. മഴ വേണം, എന്നാലാണ് ആ വെള്ളച്ചാട്ടങ്ങളുടെ ആ ഒരു ഗാംഭീര്യമൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. മഴ വേണം. പക്ഷെ മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ തണല്ലോ, മുടിഞ്ഞ തണുപ്പാണ്. അതിൻ്റെ ഇടക്കാണ് ഈ മഴ വീണേ. അതാണ് സീ. വെള്ളമൊക്കെ നോക്കി അവിടെ മൊത്തം മറ്റേ സ്പ്രേ ചെയ്യുന്ന പോലെയാണ് വെള്ളം ഇങ്ങനെ തെറിക്കുന്നത്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് ആ സൈഡിൽ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് പോകണം. വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും കാണാൻ പോകണം. നമ്മൾ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഭക്ഷണം കിട്ടുന്ന ഏരിയയാണ്. സംഭവം ബൊഫയാണ്. അതിന് കാശ് കൊടുക്കണം കേട്ടോ. 35 ന്യൂസിലാൻഡ് ഡോളറാണ് അതിന് വരുന്ന റേറ്റ്. പക്ഷെ നമ്മൾ ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് മുകളിലത്തെ സീറ്റ് കേട്ടോ. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു വിൻഡോ സീറ്റ് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കുമല്ലോ. പക്ഷെ അതൊന്നും കിട്ടില്ല. ആദ്യമേ കയറി എല്ലാവരും ആൾക്കാരൊക്കെ സീറ്റ് പിടിച്ചു. ഈ ഭാഗത്ത് CCTV അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട്. TV അല്ലത്. ഇതിൻ്റെ മുകളിൽ പോയോ പോലെ. ഈ മഴ നനയൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഇവിടെ വെച്ച്, എൻ്റെ റെയിൻ കോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, തണുത്ത് മരിക്കും. ഇത് കണ്ടാൽ മോനെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നും ഒന്നുമല്ല. സമയമായില്ലല്ലോ പോകാനായിട്ട്. 1 മണിയായിട്ടുള്ള 1:15 അത് എടുക്കുള്ളൂ. മുകളിലോട്ടോ. ഇവിടെ നല്ല മഴയാണെങ്കിലും ആളുകളൊക്കെ ഇവിടെ എന്തായാലും കുറച്ച് ഇത് പുറപ്പെടുമ്പോൾ വരും കേട്ടോ. കാരണം ഇവിടെ നിന്നാലാണ് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതേപോലെ അതായത് ഒരു കടലിൻ്റെ നടുക്കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം പിക്ടനിൽ നമ്മൾ ഷിപ്പ് കയറി വന്നില്ലേ, കുറേ മലകൾ ചുറ്റും നടുക്ക് കൂടി വെള്ളം അല്ലെങ്കിൽ കടലിടുക്ക് കയറി കിടക്കണം. അതേപോലത്തെ സംഭവമാണ് ഇത്. നമ്മൾ പോകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അടിപൊളിയായിരിക്കും കേട്ടോ. എക്സൈറ്റഡ് അടിച്ചിട്ട് ഭ്രാന്ത് അടിച്ചിട്ട് വെള്ളം ആ മലയിൽ മൊത്തം വെള്ളച്ചാട്ടം ഉണ്ട്. ഇതേ പോടുക മറ്റേ ഷിപ്പ്. ആള് പറന്നു പോട്ടോ, അമ്മാര് കാറ്റാണ്. അത് തണുത്ത കാറ്റ്, മഴ അതിൻ്റെ ഇടയിൽ കൂടി. ഇതുണ്ടാ ആ കാറ്റിന്റെ ശക്തി മനസ്സിലാവണേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കേട്ടാ. മിൽഫോർഡ് സൊവേറി എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഇതേ പുറപ്പെട്ടു. അവരുടെ ടൈമിങ് 1 മണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോകാനുള്ളത് 1:15-നാണ്. മറ്റേ ഷിപ്പ് ആ വെള്ളച്ചാട്ടിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പോകുന്നുണ്ട്. നമ്മുടെ ഷിപ്പ് എന്താ പുറപ്പെടട്ടെ. ഈ ഷിപ്പിൽ വേറെയും കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികളെ കണ്ടില്ല, വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരുണ്ട്. നമ്മുടെ ഷിപ്പ് അങ്ങനെ പുറപ്പെട്ടു. 1:30 പുറപ്പെട്ടോ. കുറേ ആൾക്കാരും കൂടി കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഷിപ്പിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇതിനകത്തേക്ക് കയറി. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. മഴ കൂടി വരുന്നുണ്ട്. മഴയല്ല, ഇതിൻ്റെ നമ്മളെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഗാംഭീര്യമൊക്കെ മനസ്സിലാവണം കേട്ടോ. കാറ്റിൻ്റെ ശക്തി കൊണ്ട് അത് വലതു ഭാഗത്തോട്ട് പറന്നു പോവാണ് വെള്ളം. ആ വെള്ളമാണ് നമ്മൾ നേരത്തെ ബോട്ടിലിരുന്നപ്പോൾ തലയിൽ വീണോണ്ടിരുന്നത്. നമ്മൾ വിചാരിച്ച മഴയാണത്. അല്ല, മഴയുണ്ട് കേട്ടോ. ഇതുണ്ടോ ഹെവി വാട്ടർഫോളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞു ഇതുപോലത്തെ 10,000-കണക്കിന് വാട്ടർഫോൾ ഒന്നിച്ച് മലയുടെ മുകളിൽ താഴേക്ക് വീഴുന്ന സീനാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. മിൽഫോർഡ് സൗണ്ട് 10,000-കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാണ് ഇംഗ്ലീഷ് നോവലിസ്റ്റായ റുഡ്യാർഡ് കിപ്ലിംഗ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ മിൽഫോർഡ് സൗണ്ട് സൗത്ത് ഐലൻഡിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മറൈൻ റിസർവ് ആണ് കേട്ടോ. 16 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു മറൈൻ റിസർവ് 1700 ഏക്കർ വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലോട്ട് രൂപപ്പെട്ടത്. അതുപോലെ ഈ ഒരു പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ചുറ്റും ഭയങ്കര ഉയരമുള്ള മലനിരകളാണ് കാണാനായിട്ട് സാധിക്കണേ. 3000 അടി മുതൽ 4900 അടി വരെ ഉയരമുള്ള പർവ്വതങ്ങൾ നമുക്ക് ഇങ്ങനെ ചുറ്റും കാണാം. അതിൽ മുഴുവനും വെള്ളച്ചാട്ടവും. ഇവിടെ ഈ മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും ഭംഗി. അപ്പോഴാണ് ഇവിടെ വരേണ്ടത്. 1000-കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഇത്രയധികം വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. മഴയില്ലെങ്കിൽ സ്ഥിരമായിട്ട് 2 വെള്ളച്ചാട്ടങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഒന്ന് ലേഡി ബോവം വെള്ളച്ചാട്ടവും 2 സ്റ്റിർലിംഗ് വെള്ളച്ചാട്ടവും. ഇപ്പൊ നല്ല മഴയായതുകൊണ്ടും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ടും ഈ പല വെള്ളച്ചാട്ടങ്ങളും താഴത്തെ അടിയിൽ എത്തൂല. അതിനു മുമ്പ് തന്നെ കാറ്റ് വീശി അങ്ങ് ഉയർന്നു പൊങ്ങുന്നതാണ്. ഒരു അന്താരാഷ്ട്ര സർവേയില് ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ കേന്ദ്രമായിട്ട് ഇത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ട്രിപ്പ് അഡ്വൈസറിന്റെ 2008 ട്രാവലേഴ്സ് ചോയ്സ് ഡെസ്റ്റിനേഷനിൽ ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓരോ വർഷവും ശരാശരി 6412 മില്ലി ലിറ്റർ മഴയാണ് ഈ ഒരു പ്രദേശത്ത് ലഭിക്കുന്നത്. അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലം എന്ന് അറിയപ്പെടുന്നതും ഈ ഒരു മിൽഫോർഡ് സൗണ്ട് ആണ്. 2006 സെൻസസ് പ്രകാരം മിൽഫോർഡ് സൗണ്ടിൽ ഏകദേശം 120ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൽ കൂടുതലും ഈ പ്രദേശത്തെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. തൊണ്ടയൊക്കെ പോയി. കാറ്റൊക്കെ വരാന്ന് പറഞ്ഞാൽ ഇമ്മാൻ കാറ്റൊക്കെ ആദ്യമായിട്ടാണ്. ഇവിടെ ശരിക്കും ബോട്ട് കിടന്നിങ്ങനെ ആടി ഒലയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കാറ്റ്, തണുത്ത കാറ്റ്, ഒരു രക്ഷയില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അയ്യോ, അതാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കുറേയൊക്കെ. എന്തായാലും ഇത് നോക്കി, നമ്മളെന്താ ജുറാസിക് പാർക്കിലോ, ജുറാസിക് പാർക്കല്ല, അവതാർ തിരിച്ചു നിന്നില്ലെങ്കിൽ തെറിച്ചു പറന്നു. തെറിച്ചൊന്നുമല്ല, സംഭവം അല്ലേ കേട്ടാ. എവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടം വന്നെന്ന് മലക്കോലും അറിയാൻ വെള്ളം, അങ്ങനത്തെ അവസ്ഥ. ആ സൈഡിൽ വെള്ളച്ചാട്ടം നോക്കി, നമ്മൾ ഈ സൈഡിൽ കൂടി കറങ്ങി അങ്ങോട്ട് പോകട്ടോ. ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകും. ചുറ്റും വലിയ വലിയ മലകൾ, ഒരു രക്ഷയില്ല. ആൾക്കാരിങ്ങനെ ആടി പിടിച്ച് ഇങ്ങനെ നടക്കാണ്. ആടിയാ നടക്കണം. ഞാനും ആടിയാണ് വീഡിയോ എടുക്കണം. ചെവി കാറ്റും ഒരു രക്ഷയില്ല. എന്ത് ഹൈറ്റാന്ന് നോക്കിയേ മലയുടെ ഒക്കെ. ഓ പൊളി. ഈ വാട്ടർഫോളൊക്കെ ഉണ്ടോ, കാറ്റടിച്ചിട്ട് നേരെ റിവേഴ്സാ പോണ. വെള്ളച്ചാട്ടം താഴേക്ക് വരുന്നില്ല, പകുതി മുകളിലോട്ടാവണം. അതുപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ വിസ്മയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഇടയിൽ മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേർക്ക് ന്യൂസിലാൻഡ് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് പഠിക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് IELTS OET പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് പാസ്സാവണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IELTS OET PTE CBT ട്രെയിനിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ തിജൂസ് അക്കാദമി. ഈ തിജൂസ് അക്കാദമിയുടെ പ്രത്യേകതകളാണ് അൺലിമിറ്റഡ് ഓൺലൈൻ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ തിജൂസ് അക്കാദമിയാണ്. അതുപോലെ ഈ കോഴ്സുകളുടെ പരിശീലനം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം. വിദ്യാർത്ഥികളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് കോച്ചിങ് ക്ലാസ്സുകൾ ക്രമീകരിക്കാം. അതുപോലെ ജോലിയോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും കിട്ടും. അതുമാത്രമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത്, ഗ്രാമർ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ 10 വർഷത്തെ പരിചയമുള്ള തിജു സാറിന്റെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ ഇന്ത്യയിലും UK-യിലും നേഴ്സായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ടിസോളിന്റെ അംഗീകൃത പരിശീലകയും കൂടിയായ ദീപ്തി മേഡം ആണ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളിലെ OET ഗ്രാമർ സെക്ഷനൊക്കെ എടുക്കുന്നത്. അതുപോലെ റൈറ്റിംഗും കൈകാര്യം ചെയ്യുന്നത് ദീപ്തി മേഡം ആണ്. ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ശരിയായ അസസ്മെന്റ് ലഭിക്കുന്നതിനും അതനുസരിച്ച് അവരെ നയിക്കുന്നതിനുമായിട്ട് അപ്ഡേറ്റഡ് മോക്ക് ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ OET IELTS PTE CBT അടക്കമുള്ള എല്ലാ കോഴ്സുകൾക്കും മികച്ച പരിശീലനം ലഭിക്കാനായിട്ട് നിങ്ങൾ തിജൂസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. ഓരോ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ, ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ വരാണ്ടോ നോക്കി അങ്ങോട്ട് വരുന്നു, ഈ തടാകത്തിൽ വന്ന് ലയിക്കുന്നു. ഇത് എന്തോരം ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ആൾക്കാരുടെ വലിപ്പം വെച്ച് നോക്കിയാൽ എല്ലാം മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ എല്ലാ സൈഡും വെള്ളച്ചാട്ടമുണ്ട്. എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം, അവിടെ ഇവിടെ വെള്ളച്ചാട്ടം. ഷിപ്പ് ഇപ്പൊ ആടി ഒലയാൻ തുടങ്ങിയിട്ടാ. ഏറ്റവും ഈ പുറയിലേക്കാണ് നല്ലത്. രക്ഷയില്ല. ഇപ്പൊ നമ്മള് നേരെ ദൂരെ കാണുന്നത് ഏതാന്ന് അറിയാമോ? ടാസ്മാൻ സീയുടെ ഭാഗമാണ്. അതായത് ടാസ്മാൻ സീ കടലിനുള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കടലാണ് ആ ദൂരെ കാണുന്നത്.
അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഷിപ്പ് ചെറുതായിട്ടൊന്ന് വളച്ചു. ഇന്നും യൂട്ടേൺ എടുത്തിട്ട് തിരിച്ചു പോവാണ്. നേരത്തെ ഇടത് ഭാഗത്ത് കൂടിയാണ് നമ്മൾ പോയെങ്കിൽ ഇനി പോകുന്നത് വലത് ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ ഈ സൈഡിലുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വെയിൽ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും കേട്ടോ. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് തണൽ വരും, ഇടയ്ക്ക് മഴ പെയ്യും. അങ്ങനത്തെ അവസ്ഥയാണ്. നല്ല രസമാണ്. ഇടയ്ക്ക് ഭീകരമായ കാറ്റായിരിക്കും തന്നെ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമ്മുടെ ഈ ഷിപ്പ് കടലിനോട് ചേർന്ന് വന്നപ്പോണ്ടല്ലോ ആട്ടം ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. എടുത്തടിച്ചൊക്കെയാണ് ഈ വളയ്ക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആട്ടമായിരുന്നു. ആൾക്കാർ തലയിൽ കുത്തി താഴെ വീഴാനൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞു നമ്മൾ നേരെ ഇപ്പോൾ ഇപ്പുറ സൈഡിൽ കൂടി തിരിച്ചുള്ള യാത്രയാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് നോക്കുമ്പോൾ കടലിന് 2 കളർ കണ്ടോ നിങ്ങൾ? അടിപൊളി. അതായത് കടൽ എന്ന് പറയുമ്പോൾ ഇത് ഉൾക്കടലാണ്. അതായത് ടാസ്മാൻ സീ കയറി കിടക്കുന്നതാണ്. ഈ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റ് കാരണം ഇങ്ങനെ തിര പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഈ വെള്ള കളർ ഉണ്ട്, അത് കാറ്റ് കാരണം ഉണ്ടാകുന്ന തിരയാണ്. ഭീകരമായ കാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് 2 ടൈപ്പ് കളർ കണ്ടാ. ഇവിടെ തൊട്ട് അങ്ങോട്ട് വേറൊരു ഡാർക്ക് കളർ, ഇപ്പുറത്തേക്ക് ഒരു ഗ്രീനിഷ് കളർ. ഈ ഒരു മിൽഫോർഡ് സൗണ്ടിന്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ടാസ്മാൻ കടലിലാണ് അവസാനിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലതരം ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ. ഈ കറുത്ത പവിഴപ്പുറ്റുകൾ മുതൽ ബോട്ടിൽ നോസ് ഡോൾഫിനുകൾ, കൊക്കോന എന്ന് പറയുന്ന ന്യൂസിലാൻഡ് സീലുകൾ, തവാക്കി എന്ന് പറയുന്ന ക്രസ്റ്റഡ് പെങ്കിനുകൾ, അതുപോലെ തിമ്മിങ്കലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. മാത്രമല്ല പലതരത്തിലുള്ള സമുദ്രജീവികളും സസ്യജാലങ്ങളുടെയൊക്കെ ഒരു ആവാസ സ്ഥലം കൂടിയാണ് മിൽഫോർഡ് സൗണ്ട്. ഈ തണുപ്പ് കാലത്ത് ഇവിടെ മുഴുവനും മഞ്ഞായിരിക്കും കേട്ടോ. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു മിൽഫോർഡ് സൗണ്ട്. ഓരോ വർഷവും 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളാണ് മിൽഫോർഡ് സൗണ്ട് സന്ദർശിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ യാത്ര ചെയ്യുന്നത് പോലെ 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബോട്ട് ട്രിപ്പുകളാണ് ഇവിടെ ഉള്ളത്. പല കമ്പനികൾ ബോട്ട് ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് സതേൺ ഡിസ്കവറീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോട്ടിലാണ്. ഇത് നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം, വേണമെങ്കിൽ നേരിട്ടും ബുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്തത് ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഏത് കമ്പനിയുടെ വേണമെങ്കിലും പോകാം. പക്ഷേ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നിയത് സതേൺ ഡിസ്കവറീസ് ആണെന്ന് പലരും സജസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത്. ഇപ്പോൾ രാവിലെ ട്രിപ്പുകളുണ്ട്, ഉച്ചക്കുള്ള ട്രിപ്പുകളുണ്ട്, വൈകുന്നേരമുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏകദേശം ഒരു 5 മണിക്ക് ശേഷം യാത്രകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പകല് മാത്രമാണ് ഈ ഒരു ട്രിപ്പ് ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിന് വന്ന റേറ്റ് $145 ന്യൂസിലാൻഡ് ഒരാൾക്ക് വന്ന ചെലവ്. അത് മാത്രമല്ല $20 കൂടി എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മറൈൻ അക്വേറിയം ഉണ്ട്. അപ്പോൾ അതും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ $165 നമ്മൾ ഈ ഒരു ഷിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ മറൈൻ അക്വേറിയം $20 കൊടുത്ത് എക്സ്ട്രാ ബുക്ക് ചെയ്തെങ്കിലും പിന്നീട് പറഞ്ഞു അത് വെള്ളം കയറി കലങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. ഈ $20 നമുക്ക് റീഫണ്ട് കിട്ടും എന്നാണ്. പക്ഷേ നമുക്ക് ഇതുവരെ റീഫണ്ട് കയറിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. തിരിച്ച് ആ പൈസ കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് ക്യൂൻസ്റ്റൗണിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും. അപ്പോൾ ആ ഒരു ബസ്സിൽ നമ്മളെ മിൽഫോർഡ് സൗണ്ടിൽ ആക്കുകയും അതേപോലെ തന്നെ ഈ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് ക്യൂൻസ്റ്റൗണിലോട്ട് ആക്കുന്ന പാക്കേജുകളുണ്ട്. ഇപ്പം ഇതിനകത്ത് ഭക്ഷണം അടക്കം എല്ലാം ഇൻക്ലൂഡും ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം $250 മുകളിലാണ് അതിന് വരുന്ന റേറ്റ്. ഈ ഭാഗത്തെ മല കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ, എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത് നോക്കി. ഈ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ചുറ്റിനും ഇങ്ങനെയാണ് കേട്ടോ. 2 സൈഡും വലിയ മലനിരകളാണ്. അതിന്റെ നടുഭാഗത്ത് കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മഴയുള്ള അതേ സമയത്ത് തന്നെ വന്നോട്ടോ, എന്നാലേ നമുക്ക് ഈ ഒരു ആംബിയൻസും ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മളെ ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരാണ്. എനിക്ക് തോന്നുന്നത് ആ ഷിപ്പ് ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലോട്ട് കൊണ്ടുപോകും തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ഉണ്ടാ. ഈ ഒരു മിൽഫോർഡ് സൗണ്ടിൽ ഈ സ്ഥിരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ കാണേണ്ടത് മുഴുവനും ഈ മഴ പെയ്യുമ്പോഴാണ് ഇത്രയും വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. പക്ഷേ ഈ കാണുന്നതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മളെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് ചെല്ലണത്. മിക്കവാറും എല്ലാവരും നനയുന്ന പോകണം. എങ്ങനെയുണ്ട് സംഭവം? കിടില വെള്ളച്ചാട്ടം ഉണ്ടോ? രക്ഷയില്ല കേട്ടാ. വെള്ളച്ചാട്ടത്തിന്റെ താഴ്ത്താണ് വന്നിരിക്കണത്. വെള്ളം നനയുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ബോട്ടങ്ങ് വെള്ളച്ചാട്ടന്റെ തൊട്ടടിയിലോട്ടൊന്നും പോയില്ല. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും ആ വെള്ളം ഇങ്ങനെ സ്പ്രേ ആയിട്ട് വന്ന് നമ്മളെ മൊത്തം നനയിക്കും. അത്രയും ഫോഴ്സിൽ വെള്ളവും വീഴുന്നുമുണ്ട്, നല്ല കാറ്റും ഉണ്ട്. പിയോ താഹി
ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല, മിൽഫോർഡ് സൗണ്ടിന്റെ മാവോറി ഭാഷയിൽ പറയുന്നതാണ് പിയോ പിയോ താഹി എന്നുള്ളത്. ഈ യൂറോപ്യൻ പേരാണ് മിൽഫോർഡ് സൗണ്ട്. ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന പിന്നീട് വംശനാശം വന്ന ഒരു പക്ഷിയാണ് ഈ പിയോ പിയോ എന്ന് പറയുന്നത്. പിയോ പിയോ താഹി എന്ന് പറയുന്ന ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പക്ഷിയുടെ പേരിലാണ്. അതാണ് മിൽഫോർഡ് സൗണ്ടിന്റെ മറ്റൊരു പേര്. ശരിക്കും ഇതിന്റെ പുറയില് ഒരു കഥയുണ്ട്. ഈ പോളിനേഷ്യൻ പാരമ്പര്യങ്ങളിലും മാവോറി പുരാണങ്ങളിലൊക്കെ മൗയി എന്ന് പറയുന്ന ഒരാളുണ്ട്. അതൊരു അതിമാനുഷിക ശക്തിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷികളും പുഴുക്കളൊക്കെ ആകാനായിട്ട് കഴിവുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഈ മാവോറികളുടെ ഇതിഹാസമായിരുന്ന ഈ മൗയി അദ്ദേഹം മരിക്കുന്നതിനെ തുടർന്ന് പിയോ പിയോ എന്ന് പറയുന്ന ഈ പക്ഷി വിലപിച്ചുകൊണ്ട് പറന്നു എന്നാണ് വിശ്വാസം. ഈ പിയോ പിയോ താഹിയില് ഈ പിയോ പിയോ എന്ന് പറയുന്നത് ആ പക്ഷീനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ താഹി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒന്ന് എന്നാണ്. അതുപോലെ ഈ മിൽഫോർഡ് സൗണ്ട് എന്നുള്ള പേരിന്റെ പുറകിലും കുറെ കാര്യങ്ങളുണ്ട്. ഇംഗ്ലണ്ടിലെ വെയിൽസിൽ നിന്ന് നാവികനായിട്ടുള്ള ജോൺ ഗ്രോണോ എന്ന് പറയുന്ന ഒരാള് 1799 ഓസ്ട്രേലിയയിലോട്ട് കുടിയേറി. അദ്ദേഹം ഗവർണർ ബ്രില്ല് എന്ന കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ഈ ജോൺ ഗ്രോണോ 1812 ന്യൂസിലാൻഡിലെ ഈ സൗത്ത് ഐലൻഡിലുള്ള മിൽഫോർഡ് സൗണ്ട്, അതുപോലെ തന്നെ ബ്ലിഗ് സൗണ്ട്, എലിസബത്ത് ദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പര്യവേഷണം ചെയ്യുകയും സ്ഥലങ്ങൾക്ക് പേര് നൽകുകയും ചെയ്ത ആദ്യത്തെ യൂറോപ്യനായിട്ട് അദ്ദേഹം മാറി. ഈ ജോൺ ഗ്രോണോ ജനിച്ച വെയിൽസിലെ മിൽഫോർഡ് ഹെവൻ എന്ന പേരാണ് അദ്ദേഹം ഈ പ്രദേശത്തിന് കൊടുത്തത്. മിൽഫോർഡ് ഹെവൻ എന്നുള്ളത് പിന്നീട് ക്യാപ്റ്റൻ ജോൺ ലോർഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന വേറൊരു നാവികൻ മിൽഫോർഡ് സൗണ്ട് എന്ന് പേര് മാറ്റി. 1998 നഗൈ താഹു ക്ലെയിം സെറ്റിൽമെന്റ് ആക്ട് പാസ്സാകുന്നതിനെ തുടർന്ന് ഔദ്യോഗികമായിട്ട് മിൽഫോർഡ് സൗണ്ട് അഥവാ പിയോ പിയോ താഹി എന്നായി ഈ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ നമ്മുടെ ഹെവി ഒരു യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് ഇതേ കരക്കെത്തി. അടുപ്പിക്കുന്നു. സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. 2 മണിക്കൂറത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നേരത്തെ പോയ ബോട്ടൊക്കെ എല്ലാം തിരിച്ചു വന്നു. നമ്മളും വന്നു. ഒരു രക്ഷയില്ലടാ, അടിപൊളി പരിപാടിയായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടല്ലേ? ഓ, ഇടയ്ക്കിടയ്ക്ക് വരാല്ല, ഇടയ്ക്കിടയ്ക്ക് വരാല്ല. ഇവിടെ എത്തിയപ്പോ തണുപ്പ് കൂടി, കാരണം അവിടുത്തെ വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതാ കയ്യൊക്കെ മരവിച്ചതുണ്ട്, ചുവന്നിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ മഴ കുറവായിരുന്നേ. ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ടായി, പിന്നെ അങ്ങോട്ട് പോയപ്പോ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോ വീണ്ടും മഴ. ഞാനാണെങ്കിൽ റെയിൻകോട്ട് ഊരി. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. അതെ അതെ അതെ. എനിക്കൊന്നും ഇത് മഴയല്ല, മറ്റേ ഇതിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള മഴയല്ല കേട്ടോ. അതാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന തെറിച്ച് വരുന്ന സ്പ്രേ ആണ്. എന്താണ് ഇവിടെ? ഓ, ഇതാ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളമാണ് ഈ വീണ്. കണ്ട, മഴയൊന്നും അല്ല കേട്ടോ. നമ്മൾ ശരിക്കും മഴയായിരുന്നു, പക്ഷെ അതൊന്നുമല്ല. നമ്മളെ അവിടെ കൗണ്ടറിൽ ചോദിച്ചു. അപ്പോൾ മറൈൻ ഒബ്സർവേറ്ററിൽ പോകാൻ പറ്റില്ല, വെള്ളം കലങ്ങി കാരണം. അപ്പോൾ $20 ആയിരുന്നു എക്സ്ട്രാ. അത് നമ്മൾ അക്കൗണ്ട് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തത്, കാർഡ് വഴി. ആ കാർഡിലോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ ഓട്ടോമാറ്റിക് റീഫണ്ട് വന്നോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. 7 ദിവസങ്ങളിൽ വരും. അപ്പോൾ അങ്ങനെ അത് കാണാൻ പറ്റിയില്ല, വെള്ളം കലങ്ങിപ്പോയി. അത് കണ്ടിരുന്നത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നു. അങ്ങനെ നമ്മൾ അതിമനോഹരമായ ന്യൂസിലാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോവാണ്. ക്യൂൻസ് ടൗണിലാണ് നമ്മൾ എടുത്തേക്കണ സ്റ്റേ. അപ്പോൾ അങ്ങോട്ട് തന്നെ ഉണ്ടോ പോകണം. നമ്മൾ വന്ന പോലെ തന്നെ ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയേ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. കുറേ കാട് പോലെയുള്ള സ്ഥലത്തിൽ കൂടിയൊക്കെ ഉണ്ടോ വന്നത്. കാട് പോലെയല്ല, കാട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയുള്ള റോഡാണ്. ശരിക്കും റോഡ് ട്രിപ്പിനൊക്കെ പറ്റിയൊരു രാജ്യമെന്ന് പറയാം. എവിടെ നോക്കിയാലും വ്യൂ ആണ്. നമ്മളെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങിയതാണ് വഴിയിൽ. ഇവിടെ ഒരു റിവർ ഉണ്ട്, ഡോൺ റിവർ. ബ്രിഡ്ജ് നമ്പർ 2510. ഇതുണ്ടോ? ഇതിൽ കൂടി നടക്കാൻ പറ്റില്ല, വണ്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഭാഗമുണ്ട്, ഇറങ്ങാൻ പറ്റുമോ അതൊന്നും. അയ്യോ, തെന്നി വീഴുമെന്ന് തോന്നുന്നു. ഈ ബ്രിഡ്ജ് ശരിക്കും അടക്കോട്ടാ. അതായത് 4:30 ആകുമ്പോൾ മിൽഫോർട്ടിലോട്ടുള്ള വഴി അടയ്ക്കും. 4:30 വരെ ഉള്ളൂ. അത് ഈ ബ്രിഡ്ജാണ് ക്ലോസ് ചെയ്യുന്നത്. കണ്ടാ, ബ്രിഡ്ജിന്റെ അടിയിൽ ഡോൺ റിവർ. ഈ ഡോൺ ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. താഴത്തോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. ഞാൻ ബ്രിഡ്ജിന്റെ താഴേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാ. ഇവിടെ ഭയങ്കര തണുപ്പും ഭയങ്കര തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അടിപൊളി ഒരു റിവർ ഒഴുകുന്നു, കൊള്ളാം. കൊള്ളാം. എല്ലാ സ്ഥലത്തും നിർത്തിപ്പോയാൽ എത്തൂല, തിരിച്ചു പോവാം. ഇവിടെ പിന്നെ ധൈര്യമായിട്ടൊക്കെ കാട്ടിലോട്ടൊക്കെ ഇറങ്ങാം, വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പാമ്പില്ല, നമ്മളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമില്ല. ഇതിപ്പോൾ എന്താണ് വണ്ടികൾ നിർത്തിയേക്കണമെന്ന് അറിയാമോ? ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയേക്കണ്ട, ക്യൂ ആയിട്ട് ഇരിക്കണം. അതെന്താ സംഭവം എന്ന് അറിയാമോ?
ഇവിടെ ഗീവ് ആണ്, അതായത് ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ ഒരു സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഡ് പ്രയോറിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കാണ്. അപ്പോൾ അവിടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ നിർത്തി കൊടുക്കണം. അതാണ് എല്ലാവരും ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ വണ്ടി പോയി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പോകാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ റെഡ് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചേക്കണത് ബ്ലാക്കിൽ. കണ്ടാ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ശരിക്കും അവിടെ ചെന്നിട്ട് വല്ല കുക്കിങ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. കുക്ക് ചെയ്താൽ നമ്മൾ വടിയായി പോകും. കാരണം ഭയങ്കര തണുപ്പ് അതിൻ്റെ അടിയിൽ. ഈ പുറത്ത് അത്ര തണുപ്പില്ല. അവിടെ എനിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടായിരിക്കും. അങ്ങനെ ഭീകര തണുപ്പ്, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അടിയിൽ വേറെ റിവറിന്റെ പേര് റോഡ് ക്ലോസ് ചെയ്യണ്ട. ഈ ബ്രിഡ്ജാണ് നടക്കണം. തൊട്ടിപ്പുറത്ത് വേറൊരു ബ്രിഡ്ജ് ഉണ്ട്, അതാണ് നടക്കണം. യെസ്, കണ്ട. നമ്മളിനി തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണേണ്ട. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടാണ് വന്നെങ്കിലും വണ്ടി നിർത്തി വീഡിയോ എടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രൂയിസ് അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഇങ്ങ് പോന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ ആ വഴിയിലെ കാഴ്ചകൾ കണ്ട് പോകാലോ. ഇത് കണ്ട, നമ്മൾ വന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നട്ടാ. ഓ, എടി ഇവിടെ മഞ്ഞ് കൂടി. നമ്മൾ പോകുമ്പോൾ ഇത്ര മഞ്ഞുണ്ടായിരുന്നാ? നമ്മൾ പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഇവിടെ ഇത്ര മഞ്ഞുണ്ടായിരുന്നോ ഡൗട്ടുണ്ട്. വേറൊരു രസമുണ്ട്, ഇപ്പൊ പെയ്യുന്നത് മഴയല്ല, ഐസാണ്. ഇതുണ്ട് ചെറിയ മഞ്ഞിന്റെ സംഭവങ്ങളൊക്കെ ഈ ഗ്ലാസ്സിൽ. മൈനസിലോട്ട് ആയിട്ടില്ല, 3 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പൊ. ഇതേടാ ഐസ് വീണ്. ആലിപ്പുഴം, ഇതുണ്ടാ, നോക്കി, ഇതുണ്ടാ ഐസാണ് വീണ്. ഐസ് കൈ കൊണ്ട് വരാൻ പറ്റുന്നില്ല. നൈസ് കേട്ടോ. എന്റെ പൊന്നെ, മഞ്ഞ് മല അടിപൊളി. ഏടാ ഐസ് വീണ്. ഓ, ഇത് നോക്കി, കയ്യിൽ കിട്ടുന്നില്ല. അതാണ് എന്റെ മേത്ത് നോക്കി, ഇത് ഐസാണ് വീണ. വെള്ളമായി പോവായിരിക്കും അല്ലേ? എന്റെ തലയിലുണ്ടാ, എന്റെ തലയില് മേത്തൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കാണാം. അയ്യോ, തണുത്ത കാറ്റ്. അതെ, കുറച്ച് പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായി, അത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. വിശക്കണ്. ഇവിടെ ഒന്നും ഈ വഴിയിലൊന്നും തിന്നാൻ കിട്ടൂല. ഓ, ഇവിടെ പുഴ ഒഴുകുന്നുണ്ടോ നോക്കട്ടെ. നേടാ, അടിപൊളി പുഴ, കിടിലം പുഴ ഒഴുകുന്നുണ്ട്. അവിടെ നിന്നാണ് തോന്നുന്നു ഐസ്. എന്നെ പൊന്നോ, പെട്ടെന്ന് പോട്ടെ. എന്താ പിടിച്ചേ? 3 ഡിഗ്രിയിൽ ജാക്കറ്റ് ഇല്ലാണ്ട് ഇറങ്ങി. പഴമില്ല. വിശക്കണുവിന്റെ പേര് പഴം. വേറൊരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി സൈഡ് ഒതുക്കി ചാടി ഇറങ്ങി. ഇവിടെ എല്ലായിടത്തും കാണുമ്പോൾ തന്നെ ചാടി ഇറങ്ങലും പാടാണ്. കാരണം എല്ലായിടത്തും സൈഡ് വണ്ടി കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ പറ്റി. ഇവിടെ കുറേ സ്ഥലമുണ്ട്. കണ്ട, ഇത് ഏതാ നദിയുടെ പേരെന്ന് അറിയാൻ പാടില്ലട്ടാ, ഏതൊരു നദി. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ മഞ്ഞുരുക്കി വരുന്നതായിരിക്കും കേട്ടാ. ഫോൾസ് ക്രീക്ക്. ആ, ഫോൾസ് ക്രീക്ക് എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ അമ്മ തണുക്കണ്. ഇത് കണ്ട, മല എന്ത് പൊക്കോളം. ഞാനെപ്പോഴും ആലോചിക്കരുന്നേ, എന്ത് പൊക്കമുള്ള മലയാണ്. എനിക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ആക്ച്വലി ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാത്തിനും വെള്ളച്ചാട്ടമാണ്. കണ്ട, ഇങ്ങനെ പല പല വെള്ളച്ചാട്ടങ്ങൾ ചേർന്നാണ് ഈ ഒഴുകി പോകുന്നത്. ഇത് കണ്ട, ഇവിടെ എത്ര മലയാണെന്ന് എണ്ണാൻ കൂടി പറ്റണല്ലോ. കുറേ മലകളുണ്ട്. അവിടെ മാത്രമല്ല, അതെ ആ കൂടൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ മലകൾ. പിന്നെ ഒരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഇത് നോക്കി, അതിൻ്റെ മുകളിൽ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. നൈസല്ലേ? പിന്നെ ആക്ച്വലി വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല ഇതേപോലെ. കാരണം നിർത്താനുള്ള സ്പേസ് ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പയ്യൊന്ന് നൈസായിട്ട് വ്യൂ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയാണ്. വഴിയിലൊന്നും ആരുമില്ലല്ലോ, കുഴപ്പമില്ല. ഇതുണ്ടാ, ഓ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തണുപ്പത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല, നിന്ന് വിറയ്ക്കാണ്. നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് തുടങ്ങണം. യെസ്, വൈപ്പറുണ്ട്. ക്ലീൻ ആയ കാണാവോ? യോ, പുറത്തിറങ്ങി നിൽക്കാത്തല്ലേ. ഈ വരുന്ന വണ്ടി കണ്ട, ഓ എന്ത് ഫാസ്റ്റാണ്.
സദേൺ ഡിസ്കവറി. ഇതാണ് ബസ് ബുക്ക് ചെയ്താൽ നമ്മൾ പോകുന്ന വണ്ടി കേട്ടാ. നമ്മൾ വണ്ടി നിർത്തിയ വേറൊരു കാര്യത്തിലാണ്. ഇത് കണ്ട മാനുകൾ നിറച്ച് മാൻ നോക്കി. എല്ലാം നമ്മളെ കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടാണെന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ്ട കേട്ടാ. ഓ വണ്ടി എല്ലാം 100-ലാണ് പോണത്. ഇവിടെ വണ്ടി ആക്ച്വലി ഇങ്ങനെ വഴിയിൽ നിർത്താൻ പറ്റില്ല, പെട്ടെന്ന് നിർത്തിയതാണ് കണ്ടാ. മാൻ ഹലോ ആരാ വന്നേക്കണെന്ന് നോക്കണേണ്. എല്ലാരും എത്തി നോക്കണ്ട്. ഇതേ കുറച്ച് പേര് ഇവിടെ നിൽക്കണ്. വണ്ടികൾ പോണ പോക്ക് കേട്ടോ. ഇത് ആക്ച്വലി മാനുകളെല്ലാം പിടിച്ച് കൂട്ടിലിട്ടേക്കാണ് കണ്ടാ. കൂടല്ല, ഒരു വേലി ഇട്ടേക്കാണ്. അവിടെയാണ് ഈ മാനുകൾ ഇട്ടേക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഇറച്ചിയാക്കാൻ ഉള്ള മാനാണോ ഡൗട്ട് ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതിനെ കുറിച്ച്. ഈ നിൽക്കുന്ന മൊത്തം മാന. ഇതൊക്കെ വേറെ ടൈപ്പ് മാന. ഇവിടെ ആക്ച്വലി മാനയൊക്കെ പിടിക്കാം, മാനിറച്ചിയൊക്കെ തിന്നാം. ഇവിടെ മാനുകൾ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനെ ആക്രമിക്കാനായിട്ട് ഈ കടുവയോ പുലിയോ, അതായത് ആവാസ വ്യവസ്ഥ നിലനിർത്താനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് വെടിവെക്കാം. ലൈസൻസ് പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വെടിവെച്ച് തിന്നാം. മാനിറച്ചി കിട്ടും. ഇവിടെയല്ല, കാട്ടില്. കാട്ടില്ലേ, നാട് റോഡിലല്ല. ഈ വെള്ള പൊട്ട് പോലെ കുറെ സംഭവങ്ങൾ കണ്ട. ഇതെല്ലാം ആടാണ്ട. ഇത് കണ്ട എന്തോരം ആടാന്നറിയാമോ? ഇത് ദൂരെ കുറെ വെള്ളപ്പൊട്ടുകൾ കണ്ട. ഇതെല്ലാം ആടാ. നോക്കി എന്താണ് ഈ കാണുന്നത്? ആടാണ്ട, ആട് ആട് ചെമ്മരിയാടുകളുടെ മേളം. ഇതുണ്ട പച്ചയില് വെള്ളപ്പൊട്ടുകൾ. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര മിൽഫോർഡ് സൗണ്ടൊക്കെ കണ്ട് നമ്മൾ ക്യൂൻസ് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി പോയ അതേ വഴി തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ലേക്ക് കാണാം. ഇതാണ് ലേക്ക് വക്കാട്ടിപ്പൂ. ഇത് ന്യൂസിലാൻഡിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകങ്ങളിൽ ഒന്നാണ് കേട്ടോ. 80 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അതുപോലെ തന്നെ 259 സ്ക്വയർ കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ 3ാമത്തെ തടാകമാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 1020 അടി ഉയരത്തിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏകദേശം ഒരു ആഴം എന്ന് പറഞ്ഞാൽ 1350 അടിയാണ്. ഈ വക്കാട്ടിപ്പൂ എന്ന് പറയുന്നത് മാവോറി നെയിമാണ് കേട്ടോ. ഇവിടുത്തെ പല ലേക്കുകളിലും പല സ്ഥലങ്ങൾക്കും മാവോറി ഭാഷയിലുള്ള പേരുകളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലേക്കാണ് നമ്മൾ ക്യൂൻസ് ടൗണിൽ നിൽക്കുമ്പോൾ കാണുന്ന ലേക്ക്. അതായത് ഈ ഒരു തടാകത്തിന്റെ മറ്റൊരറ്റം ക്യൂൻസ് ടൗൺ ആണ്. നമുക്ക് ക്യൂൻസ് ടൗണിൽ നിൽക്കുമ്പോൾ ആക്ച്വലി ഈ ഒരു തടാകം അതിന്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ലേക്കാണ്. ഇത് പല ക്ലൈമറ്റിലും പല ഭംഗിയിലായിരിക്കും ഇവിടെ കാണുന്നത്. ഇപ്പോൾ എന്തായാലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ആ ഒരു കാർമേഘം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ക്യൂൻസ് ടൗണിൽ അവസാനിക്കുകയാണ്. ഇന്ന് ഇവിടെ താമസിക്കുന്നു. നാളത്തെ പരിപാടി ക്യൂൻസ് ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാഴ്ചകൾ കാണാം. ബൈ.